ഫിൻലൻഡിലെ ചില രസകരമായ വിനോദങ്ങൾ. മതമില്ലാത്ത മനുഷ്യരുടെ നാട്, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ സന്തോഷകരമായി ജീവിക്കുന്ന ഇടം, രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്ന രാജ്യം. അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളാണ് ഈ സന്തോഷപ്രദായകിയായ കുഞ്ഞു രാജ്യത്തിനുള്ളത്. എങ്ങനെയാണ് ഫിൻലൻഡുകാർ ഇത്രത്തോളം സന്തോഷകരമായി ജീവിക്കുന്നത്? കേരളത്തിന്റെ 1/7 ജനസംഖ്യ മാത്രമുള്ള അതിസുന്ദരമായ ഒരു ചെറിയ രാജ്യമാണിത്. വടക്കൻ യൂറോപ്പിൽ ആർട്ടിക്കിനടുത്ത് കിടക്കുന്ന നോർഡിക് രാജ്യമാണ് ഫിൻലൻഡ്. സ്വീഡൻ, നോർവേ, റഷ്യ, എസ്റ്റോണിയ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഫിൻലൻഡിനെ ഫിന്നിഷും സ്വീഡിഷുമാണ് ഔദ്യോഗിക ഭാഷകൾ. യൂറോപ്പിൽ സാമാന്യം വലിപ്പമുള്ള രാജ്യങ്ങളിലൊന്നായ ഫിൻലൻഡിൽ കേവലം 55 ലക്ഷം മാത്രമാണ് ആകെ ജനസംഖ്യ. ഇന്ത്യയേക്കാൾ 2.5 മണിക്കൂർ പിറകിൽ നിൽക്കുന്ന ഫിൻലൻഡിന്റെ ഔദ്യോഗിക കറൻസി യൂറോ ആണ്. എളിമയും സൗഹാർദ്ദവും സ്നേഹവും കാത്തുസൂക്ഷിക്കുന്ന ജനതയുടെ ഈ രാജ്യത്തേക്കുള്ള മലയാളികളുടെ കുടിയേറ്റവും ശ്രദ്ധേയമാണ്. ഭൂമിയിലെ ഈ സ്വർഗരാജ്യത്തെ ജനതയെ രസിപ്പിക്കുന്ന ചില വിനോദങ്ങളെക്കുറിച്ച് കേട്ടാലോ? ഫിൻലൻഡ് എന്ന രാജ്യത്തെക്കുറിച്ച് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ മതരഹിതരുള്ള രാജ്യങ്ങളുടെ പട്ടികയിലൊന്നാണിത്. അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. കൂടാതെ സ്ത്രീകൾ രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലും ഒന്ന്. അവിടുത്തെ വിദ്യാഭ്യാസ രീതി തന്നെ ഏറെ കൗതുകമാണ്. ആ രാജ്യത്തെ ചില രസകരമായ വിനോദങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തത് ഭാര്യയെ ചുമക്കുന്ന മത്സരമാണ്. 19-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവത്തെ ആധാരമാക്കിയാണ് ഈ മത്സരം അവിടെ സംഘടിപ്പിച്ചു വരുന്നത്. ഹെർക്കോ റോങ്കായിനൻ എന്ന കൊള്ളക്കാരനും കൂട്ടരും അവർ കൊള്ള നടത്തിയ ഗ്രാമങ്ങളിൽ നിന്ന് പെൺകുട്ടികളെയും ഭക്ഷണവും മറ്റു സാധനങ്ങളും മോഷ്ടിക്കുന്ന ശീലമുണ്ടായിരുന്നു. പെൺകുട്ടികളെ ചുമലിലേറ്റി ഓടുന്ന ആ രീതിയാണ് ഈ മത്സരത്തിലും പിന്തുടരുന്നത്. 1992 മുതൽ ഫിൻലൻഡിലെ സോങ്കജാർവിയിൽ വർഷം തോറും വൈഫ് കാരിങ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കാറുണ്ട്. ഭാര്യയുടെ ഭാരമാണ് സമ്മാനം നിശ്ചയിക്കുക. ഭാര്യയുടെ ഭാരത്തിനനുസൃതമായ ബിയറാണ് ഫിൻലൻഡിൽ സമ്മാനമായി ലഭിക്കുന്നത്. ഫിൻലൻഡിന് പുറമെ ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഹോങ്കോങ്, ഇന്ത്യ, ജർമ്മനി, UK, സ്വീഡൻ, എസ്തോണിയ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും ഭാര്യയെ ചുമക്കുന്ന ഇത്തരം മത്സരങ്ങളുണ്ട്. സ്പോർട്സിന്റെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിലും ഈ വിഭാഗം ഉൾപ്പെടുന്നു. രണ്ടാമത്തത് കൊതുക് സ്വാറ്റിംഗ് ചാമ്പ്യൻഷിപ്പാണ്. 2015 ഫിൻലൻഡിലെ പെൽക്കോ സെന്നിമയിൽ വെച്ച് ഇത്തരമൊരു വിചിത്ര വിനോദത്തിന് ഫിൻലൻഡുകാർ തുടക്കം കുറിച്ചത്. രാജ്യത്ത് കൊതുകുകളും ഷഡ്പദങ്ങളും വർദ്ധിക്കുന്ന കാലത്താണ് ഈ മത്സരവും അരങ്ങേറുക. ഈ അരോചകത്തിനെ അറുതി വരുത്തുക എന്നാണ് മത്സരത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനോടൊപ്പം ആ പ്രവൃത്തി രസകരമാക്കുക എന്നതുകൂടിയാണ് ഉദ്ദേശം. മത്സരം ആരംഭിച്ച് 5 മിനിറ്റ് പിന്നിടുമ്പോൾ എത്ര കൊതുകിനെ ഒരാൾ കൊന്നു എന്നതിനെ ആശ്രയിച്ചാണ് വിജയിയെ പ്രഖ്യാപിക്കുക. നിലവിൽ 5 മിനിറ്റിനുള്ളിൽ 21 കൊതുകുകളെ കൊന്നതാണ് ഇവിടെയുള്ള റെക്കോർഡ്. മൂന്നാമത്തത് മൊബൈൽ ഫോൺ എറിയലാണ്. നമുക്ക് പരിചിതമായ ഷോട്ട് പുട്ടുമായി ഏറെ സമാനതകൾ ഉണ്ടെങ്കിലും ഇവിടുത്തുകാർ എറിയുന്നത് മൊബൈൽ ഫോൺ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. 2000 ആരംഭിച്ച ഈ മത്സരം ഹിറ്റായതോടുകൂടിയാണ് വർഷാവർഷവും മത്സരം സംഘടിപ്പിക്കാൻ ഫിൻലൻഡ് തീരുമാനിച്ചത്. മൾട്ടിനാഷണൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും അത്ലറ്റുകളും ചേർന്ന് അവരുടെ നിരാശയെ മൊബൈൽ ഫോണുകൾക്കൊപ്പം വലിച്ചെറിയുക എന്നതായിരുന്നു ഈ മത്സരത്തിന് പിറകിലുള്ള ആശയം. കാലം കടന്നുപോയതോടെ ചില പരിഷ്കാരങ്ങൾ മത്സരത്തിനുമുണ്ടായി. നിലവിൽ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുള്ള ഫിന്നിഷ് മൊബൈൽ ഫോണാണ് എറിയുക. മഞ്ഞുകാലം കടന്ന് വേനൽക്കാലത്തെ ഭംഗിയിലേക്ക് ഫിൻലാൻഡ് കടക്കുമ്പോഴാണ് സാവോൻലിന്ന പട്ടണത്തിൽ വെച്ച് ഈ പരിപാടി നടത്തുക. ഫോൺ ഏറ്റവും കൂടുതൽ എറിയുന്ന ആളാണ് ഈ മത്സരത്തിലെ വിജയി. റീസൈക്ലിംഗ് എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ഈ കായിക വിനോദം ഇപ്പോൾ സംഘടിപ്പിച്ചു വരുന്നത്. അതായത് ഉപയോഗരഹിതമായ നിരവധി ഫോണുകൾ തടാകങ്ങളിലും നദിയിലേക്കും എറിയപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെ ഇത്തരം വേസ്റ്റുകളെ കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്യുക എന്ന ആശയമാണ് ഇതിന് പിന്നിലുള്ളത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും സന്തോഷകരമായ ജീവിതം ജീവിക്കുന്ന രാജ്യമാണ് ഫിൻലൻഡ്. അവിടുത്തെ ജനങ്ങൾ സന്തോഷകരമായി അവരുടെ ജീവിതം ജീവിച്ചു വരികയാണ്. ജൂതവംശജരും ക്രൈസ്തവരും മുസ്ലിം വിഭാഗങ്ങളുമൊക്കെ അവിടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ അതിർവരമ്പുകൾ നമുക്കവിടെ കാണാൻ പറ്റില്ല. കാണാനാകുന്നതാകട്ടെ അപരിചിതരെ പോലും നോക്കി പുഞ്ചിരിക്കുന്ന കുറച്ച് മനുഷ്യരെയാണ്. ആ ചിരിയെ നിലനിർത്തുന്നതിൽ ഇത്തരം വിനോദങ്ങൾക്കും വലിയ പങ്കുണ്ട്.